ഇന്നലെ ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം CPM അവിടെ പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ച നമുക്ക് മുമ്പിലുണ്ട്. ആര്യ അഴിമതിക്കാരിയാണ്, മേയർ ഉൾപ്പെടെ അഴിമതി നടത്തി എന്നുള്ളത് ഇവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല ആര്യ ഇതിൽ നിന്ന് ₹1 പോലും കട്ടെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആര്യ കട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആര്യയെ മുമ്പിൽ നിർത്തി ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തിയ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള CPM-ൻ്റെ ചില നേതാക്കന്മാർ കട്ടു എന്ന് തന്നെ പറയാൻ പറ്റും. ക്യാപിറ്റൽ സിറ്റിയാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യായിരുന്നു. വിഭാവനാശേഷിയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റുകൾ അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള പേര് മേടിച്ചു കൊടുക്കുന്നതല്ല ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വം. മറിച്ച് അതിന് പറ്റുന്ന പ്രാപ്തിയുള്ള ആളുകളെയാണ് ഓരോ സ്ഥലത്തേക്ക് ആക്കേണ്ടത്. പാർട്ടി അറിഞ്ഞിട്ടാണ് ഇവർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഓക്കെ, പാർട്ടി അവിടെ സംരക്ഷിക്കുകയാണെങ്കിൽ അതിനർത്ഥം പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്നാ. അല്ല എന്നുണ്ടെങ്കിൽ അവന്മാരെ എടുത്ത് തൂത്ത് പുറത്തോട്ടറിയണം. ഈ അവസാന നിമിഷം ബി.ജെ.പി. കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ആരോപണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് CPM-ന് സാധിക്കുമോ? പ്രതിരോധിക്കാൻ സമയം കൊടുക്കാതെ കൊണ്ടുവന്നേക്കുന്നത്. ഇതിനാണ് ഇവർ ലാസ്റ്റ് ടൈമിലേക്ക് വെച്ചേക്കുന്നത്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇന്നലെ ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം CPM അവിടെ പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ച നമുക്ക് മുമ്പിലുണ്ട്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നടന്നിട്ടുള്ള അഴിമതിയുടെ വിശദമായ ഒരു ലിസ്റ്റ് ആധികാരികമായി രേഖകളുടെ പിൻബലത്തോടെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് ചെയ്തിട്ട് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പത്രസമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസം എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. വളരെ പഠിച്ച് വളരെ വെൽ സ്റ്റഡീഡായിട്ട് പ്രിപ്പയർഡായിട്ട് ആണ് വന്നിട്ടുള്ളത്. അത് കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിനകത്തെ ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് പത്രസമ്മേളനം മാറി എന്നുള്ളതാണ് സത്യം. പല കാര്യങ്ങളും അദ്ദേഹം വെൽ സ്റ്റഡീഡായിട്ട്, പുള്ളിയെ നേരിട്ടല്ല, പുള്ളിക്ക് അതിന് പറ്റിയ ടീമുണ്ട്, അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു അവർ അതിൻ്റെ വർക്കിലായിരുന്നു എന്നുള്ളതാണ്. ദ പുൾ ഔട്ട് ഓൾ ദ ഡീറ്റെയിൽസ്. എന്നിട്ട് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞിരിക്കുന്നത് അതിന് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. പണ്ട് TH മുസ്തഫ കെ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് പിന്നെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വന്നു. മണ്ടമൊന്നല്ലായിരുന്നു സംഭവം, ബുദ്ധിമാനായിരുന്നു, ഭയങ്കര ക്രൂക്കലായിരുന്നു എന്നുള്ളതാണ്. സ്വന്തം മക്കൾ വരെ അവസാനം അദ്ദേഹത്തെ തള്ളി പറയേണ്ടി വന്നു. അങ്ങനത്തെ സ്ഥിതിയിലേക്ക് വരുത്തി. മക്കൾ പോലും വയസ്സുകാലത്ത് അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. അയാൾ കയ്യിലിരിപ്പുണ്ടോ DCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. എന്തായിരുന്നാലും കാരണം മന്ത്രി ആയപ്പോഴത്തേക്ക് എവിടെയൊക്കെ കക്കാൻ പറ്റുമോ എല്ലാം കക്കാൻ പോയി. അന്നാണ് വളരെ രസകരമായിട്ടുള്ള മുദ്രാവാക്യം ഉണ്ടായിരുന്നു. മുളകെല്ലാവർക്കും എരിയുമതെങ്കിലും അതിലും കക്കാം കൂടികൾ പലതും, കടുകെന്നാലൊരു ചെറുമണിയെങ്കിൽ അതിലും കക്കാം കൂടികൾ പലതും. അത് എന്തിലൊക്കെ കക്കാൻ പറ്റും അതിലൊക്കെ. പക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പിനകത്ത് കൈയിട്ട് വാരാൻ പറ്റുന്നിടത്തെല്ലാം കൈയിട്ട് വാരുന്ന രീതിയിലെത്തിക്കുന്നത്. അന്ന് ഇന്റേണൽ ഓഡിറ്റിങ്ങും എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങും ബാക്കിയുള്ളതും ഒന്നും ഇത്ര സജീവമല്ലാത്തൊരു കാലത്താണ്. അത് മാനുവലായിരുന്നല്ലോ. സമാനമായ രീതിയിലാണ് ഇത്. ഇപ്പോൾ ഇവർ വിട്ടിട്ടുള്ള രേഖകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 8835 തെരുവ് നായ്ക്കളെ വന്ധീകരിച്ചു. അതിന് വന്ധീകരിച്ചതിന് 2.21 CR ആണ്. 2,21,00,000 രൂപ മുടക്കിയേക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതിനകത്ത് ഇതിൻ്റെ കണക്ക് കൃത്യമാണോ, അത് ഫാബ്രിക്കേറ്റഡ് ആണോ എന്നുള്ളത് അതിന് കൃത്യമായിട്ടുള്ള രേഖകളില്ല. എന്നിട്ട് ഒരു ബോഗസ് റിപ്പോർട്ട് അങ്ങ് വെച്ചേക്കുക. വെറ്റിനറി ഡോക്ടറെ സേവനം എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണല്ലോ. അതിന് ബന്ധീകരിക്കുന്നതിന് പിന്നെ ഒരു പട്ടിക്ക് ഇത്ര രൂപ എന്നുകൊണ്ട് അയാൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ പിടിക്കുന്നവർക്ക് പൈസ കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. കാരണം അവർക്ക് റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഇവർക്ക് അവർ ഏറ്റെടുക്കുന്നതാണ്. ഒക്കെയാണ് അത് കൃത്യമായിട്ട് അത് വീഡിയോ എടുക്കുകയും അത് സിസ്റ്റത്തിൽ ആ സാധനങ്ങൾ ഫോട്ടോ അല്ലെങ്കിൽ ഒക്കെ എടുക്കണം. ഇപ്പം പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം രീതികളുണ്ട്. അവർ വീഡിയോ ഷൂട്ട് ചെയ്യും, ബാക്കിയുള്ളവർക്കും ഒക്കെ ചെയ്യും. ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. എല്ലാ വിഷയങ്ങളും അതിൻ്റെ ഡീപ്പായിട്ട് ഞാൻ അതിലേക്ക് വരാം. രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം 1000 കോടിയുടെ കേന്ദ്ര വിഹിതം ഉൾപ്പെടെ മൊത്തം 2000 കോടിയുടെ വികസന പദ്ധതികളാണ് അവിടെ മുടങ്ങിക്കിടന്നേക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ഈ പൈസ എവിടെ കൊണ്ടുപോയി ഇട്ടു, എവിടെയാണ്, ഏത് രീതിയിലേക്കാണ്, എവിടെയൊക്കെ അലോക്കേറ്റ് ചെയ്തു, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 2019 വരെ 2015 തൊട്ട് 19 വരെ വട്ടിയൂർക്കാവിലെ ബൈ ഇലക്ഷൻ വരെ മേയർ ബ്രോ എന്നുള്ള പേരിൽ അറിയപ്പെട്ട് പ്രശാന്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ആയിരുന്നു പ്രശാന്ത്. പക്ഷേ 2020 ആര്യ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആര്യ അഴിമതിക്കാരിയാണ്, മേയർ ഉൾപ്പെടെ അഴിമതി നടത്തി എന്നുള്ളത് ഇവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ പിടിച്ചിട്ട് സുപ്രധാനമായിട്ടുള്ള കീ പോസ്റ്റുകളിൽ കൊണ്ടുവന്നിടുമ്പോൾ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങളാണ്. പ്രായം ഒരു വിഷയമല്ല സത്യത്തിൽ. പക്വതയും പ്രായവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലർക്ക് 60 വയസ്സായാലും മൊണ്ണകളായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്.
പക്ഷേ ചിലർ 25 വയസ്സിൽ, ഈ 25-26 വയസ്സിലാണ് ആർ ബാലകൃഷ്ണപിള്ളയും മധുരി തോമസും ഒക്കെ കേരളത്തിലെ നിയമസഭയിലെത്തിയത്. 37-ാമത്തെ വയസ്സിലാണ് എ കെ ആന്റണി മുഖ്യമന്ത്രിയായത്. രമേശ് ചെന്നിത്തല 29-ാമത്തെ വയസ്സിൽ ക്യാബിനറ്റിൽ അംഗമായിട്ടുണ്ട്. 33-ാമത്തെ വയസ്സിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. 20 വയസ്സിലും 21 വയസ്സിലും ഒക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ മിടുക്കരായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ക്യാമ്പസിൽ നിന്ന് പിന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി പോകുന്നവരുണ്ട്. ഞാൻ പറയുന്ന ഒരാളുടെ കാലിബറിനെ കുറിച്ചുള്ള ഒരു പരിശോധന നടത്തണം. ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ആര്യ ഇതിൽ നിന്ന് 1 രൂപ പോലും കട്ടെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ആര്യ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ആര്യ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഞാൻ ഈ കാര്യത്തിനകത്ത് സച്ചിനെ അതിലേറെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ആര്യ കട്ടു എന്ന് കരുതുന്നില്ല. പക്ഷേ ആര്യയെ മുമ്പിൽ നിർത്തി ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തിയ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള CPM-ൻ്റെ ചില നേതാക്കന്മാർ കട്ടു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അവർ ഈ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനെ കൊണ്ടുവന്നിട്ട് മുമ്പ് നിർത്തിയിട്ട് അതിന് എന്താ ഇത് പിന്നെ ഇവർ പറയുന്ന ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ കാണുമ്പോൾ അത് ആകെ പേടിച്ച് പറിച്ചിരിക്കുകയായിരിക്കും. ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു സാധനമില്ല, പഠിച്ചുകൊണ്ടിരിക്കുക. അതിനിടെ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ താപ്പാനകൾ അവിടെ വന്നിട്ട് കട്ട് മുടിക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് അവിടെ നടന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളെ മുമ്പിൽ നിർത്തി അതിൻ്റെ തലയിലോട്ട് ഇതെല്ലാം കൂടെ ഇപ്പോൾ ചാരാൻ നിന്നിട്ട് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു മുനിസിപ്പൽ കൗൺസിലർ കൈക്കൂലി മേടിച്ചതിന് CPM തന്നെ അയാളെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ചെറിയ പിന്നെ മഞ്ഞുമലയുടെ അറ്റമല്ലേ, ഇത്രയും കോടിയുടെ. കാരണം ക്യാപിറ്റൽ സിറ്റിയാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാമായിരുന്നു. വിഭാവന ശേഷിയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റുകൾ അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം ഈ വനിതാ സംവരണം വന്ന സമയത്തും അതേപോലെ ജനകീയാസൂത്രണം വന്ന സമയത്തും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുതിയൊരു സംഭവമാണ് വരുന്നത്, ആളുകളാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. വനിതാ സംവരണം വന്നപ്പം പിന്നെ ഓരോ പഞ്ചായത്തിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാര്യമാരെയും പിടിച്ച് നിർത്തുക. അവർക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വന്ന് കഴിഞ്ഞിട്ട് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആദ്യമായിട്ട്. ഇപ്പം സ്ത്രീകളെല്ലാം അതിന് പഠിച്ചു കഴിഞ്ഞു. അവരടുത്ത് പിന്നെ സ്വന്തം ഭർത്താവ് വന്നിട്ട് വേണ്ടത് പറയുന്നാലും അഴിമതി നടത്താൻ ഉദ്ദേശിക്കുന്നവർ നടത്തും, അല്ലാത്തവർ നടത്തത്തില്ല. അന്ന് ഈ കമ്മിറ്റി ഗ്രാമസഭകൾ കൂടെ പിന്നെ കമ്മിറ്റി വർക്കുകൾ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മിറ്റി കൺവീനർക്ക് ഇഷ്ടമുള്ള കോൺട്രാക്ടർക്ക് കൊടുക്കുക, ബിഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇപ്പോൾ കണ്ടമാനം അഴിമതി നടന്നിട്ടുണ്ട്. ചെറിയ ചെറിയ അഴിമതിയാണ്, 1 ലക്ഷം രൂപയുടെ 50,000 രൂപയുടെയൊക്കെ വർക്കായിരിക്കും ഉണ്ടാവുന്നത്, ചെറിയ റോഡ് വർക്ക്, കലിങ്ക് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അന്നുണ്ടായിരുന്ന അതേ പ്രശ്നം തന്നെയാണ് ഇവിടെ ഈ ആര്യ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ ആവർത്തിക്കുകയാണ്, എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടി ഇപ്പോൾ കുറച്ച് മെച്ചുറായിട്ടുണ്ട്. അന്ന് ഇമ്മച്ചുറായിട്ടുള്ള ഒരാളെ, അതിന് കാപ്പബിൾ അല്ലാത്ത ഒരാളെ ആ സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള പേര് മേടിച്ചു കൊടുക്കുന്നതല്ല ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വം. മറിച്ച് അതിന് പറ്റുന്ന പ്രാപ്തിയുള്ള ആളുകളെയാണ് ഓരോ സ്ഥലത്തേക്ക് ആക്കേണ്ടത്. ഇപ്പോൾ ഷംസീറിനെ സ്പീക്കറാക്കി നല്ല തീരുമാനം, ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. ഷംസീറിനെ മന്ത്രിയാക്കിയ ഷംസീർ പാരമ്പാരിക്കും. കാരണം ഷംസീർ പിന്നെ വാവോയ കോണാലും പോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെയൊക്കെ അതേ ക്യാരക്ടർ തന്നെയെന്ന് പറഞ്ഞെങ്കിൽ എന്നെക്കുറിച്ച് ആൾക്കാർ ആക്ഷേപിക്കുന്ന പോലെ. പക്ഷേ നിയമസഭയിലാണെങ്കിലും ഈ പിന്നെ എന്താ പറയുക, ഈ അലമ്പ് സ്കൂളിൽ ക്ലാസ്സിൽ അലമ്പുണ്ടാക്കുന്ന പിള്ളേരെ പോലെ ആയിരുന്നു, അച്ചടക്കം ഇല്ലാതിരിക്കുമായിരുന്നു. സ്പീക്കറാക്കി കഴിഞ്ഞപ്പോൾ ഷംസീർ നല്ല ബെസ്റ്റ് ഓപ്ഷനായിപ്പോയി. ഏറ്റവും സ്ട്രോങ് ആയിട്ട് സഭയെ നിയന്ത്രിക്കുന്ന സഭാനാഥനായിട്ട് ഷംസീർ മാറി. അപ്പം ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സ്കില്ലിനനുസരിച്ച് അവരെ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നിരുത്താൻ പാടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ കൊണ്ടുവന്നു പറയാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. അത് എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, നഗരസഭയിലെ ആ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങൾ പലതും റിപ്പയർ ചെയ്യാതെ ഇരുന്ന് നശിച്ചു പോയിട്ടുണ്ട്. ചിലത് റിപ്പയർ ചെയ്തതിൻ്റെ രേഖകൾ അവിടെ കൃത്യമായിട്ടില്ല, കണക്കുണ്ട്, അത്രമാത്രം. ഇതെന്തോ വെള്ള പേപ്പറിനകത്ത് തുണ്ടു പേപ്പറിനകത്ത് എഴുതി കൊടുക്കുകയാണോ ഇതിനൊക്കെ ബില്ലില്ലേ, ബില്ലിംഗ് സിസ്റ്റം ഇല്ലേ, അത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യണ്ടേ കാര്യങ്ങൾ. അതിനകത്ത് മാനുവൽ സിസ്റ്റം അല്ല, അല്ലാതെ വേണമല്ലോ. ഇതിനൊക്കെ രേഖകളോടെ പോയി ഇതെല്ലാം സ്കാൻ ചെയ്ത് ഇമെയിൽ വഴി താഴേന്ന് മുകളിലോട്ട് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ, അത് മറ്റുള്ളവർക്ക് CC വെച്ചിട്ട് വെക്കുന്നതിൻ്റെ എല്ലാം ആർക്കീവ്സ് ഉണ്ടാവണ്ടേ. മെയിലിനകത്ത് തന്നെ ഫോൾഡേഴ്സ് ഉണ്ടാവണ്ടേ, സെപ്പറേറ്റ് ഫോൾഡറുകൾക്കകത്ത് ഇന്ന വിഷയം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഫോൾഡർ, സിസ്റ്റത്തിനകത്ത് പ്രത്യേകം ഫോൾഡർ, ചിലത് ഹാർഡ് ഡിസ്കിനകത്ത് എക്സ്ട്രാ സൂക്ഷിച്ച് ലോക്കറിൽ വെക്കണ്ടേ, വേണ്ടേ? അങ്ങനെ ചെയ്യണ്ടേ? പോകണ്ടേ? ഏത് കാലത്തെടുത്താലും 10 വർഷം പഴയതാണെങ്കിലും ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാലത്ത് ഇതിൻ്റെ ഹാർഡ് ഡിസ്കുകൾ എടുത്തിട്ട് ലോക്കറിലാണ് വെക്കണ്ടേ, അത് ഓഫീസിൽ പോലും അല്ല വെക്കണ്ടേ, ലോക്കറിൽ വെക്കണം. അത് ചെയ്യാത്ത രീതിയിലാണ് ഇവർ പോയിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് വാഹനങ്ങൾ കേടുവന്ന് ആയിപ്പോയി. പുതിയ വാഹനങ്ങൾ മേടിച്ചതിൽ ക്രമക്കേടാരോപണമുണ്ട്. 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഒരുപാട് അലിഗേഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് മാൽ പ്രാക്ടീസ് നടന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്ന രീതിയിലാണ്. ഈ 50 റിക്ഷകൾ, അത് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കളക്ട് ചെയ്യാൻ ആ റിക്ഷകൾ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ചാർജിങ് സെൻറ്റർ പിന്നെ ഇല്ല. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഈ പിന്നെ ടോയ്ലറ്റിൽ പോകാൻ നേരത്ത് വെള്ളം തരുമോ ആരെങ്കിലും പോയതിന് ശേഷം? ഇതാദ്യം വെള്ളം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ? അല്ലെങ്കിൽ അത്രയും ഇതായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും, അപ്പോൾ വേണമെങ്കിൽ പറമ്പിലും പോയി വരും. അതേസമയം ഇവർ സാധനം മേടിച്ചു കൊണ്ടുവന്നു, ചാർജിങ് സ്റ്റേഷൻ ഇല്ല. എന്നിട്ട് ഇത് വാറണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പ് ചാർജിങ് കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് സാധനം നശിച്ചു പോയി, ക്ലെയിം ചെയ്യാനും പറ്റത്തില്ല. ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്ത സാധനം കൊണ്ടുവന്നതിനിപ്പം ഇതിൻ്റെ ഉൽപ്പാദകരും അല്ലെങ്കിൽ ഇതിൻ്റെ വിതരണക്കാരും കുറ്റക്കാരൊന്നുമല്ലല്ലോ. അപ്പോൾ ആ രീതിയിലൊരു ഉത്തരവാദിത്വം ഇല്ലാതെ എന്നിട്ടിപ്പം പുറത്തുനിന്ന് വണ്ടി റെൻറ്റിന് എടുക്കുക. അപ്പോൾ എന്താ,
ഈ റെൻറ്റിന് എടുക്കുന്നതിനകത്ത് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. ഇത്ര രൂപയ്ക്ക് റെൻ്റെന്ന് പറഞ്ഞ് കരാർ ഉറപ്പിക്കും. അതിൽ ഇത്ര രൂപ മറ്റുള്ള പോക്കറ്റിലോട്ട് പോകും, ഇത് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നവൻ്റെ. അപ്പോൾ ഈ പെങ്കൊച്ചിനെ മുമ്പിൽ നിർത്തിയിട്ട് അതിനെ പൊട്ടിയാക്കിയിട്ട് ഇവർ കുറേ എണ്ണം കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ശരിക്കും. പിന്നീടുള്ളതായിട്ടുള്ളത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1629 ലാപ്ടോപ്പിന് 5.3 CR, അതായത് 5,33,35,366 രൂപ കറക്റ്റ് ഫിഗർ ഇട്ടിട്ടുണ്ട്. അതിന് ആർക്കൊക്കെ കൊടുത്തു, അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്, ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് വിട്ടിട്ടില്ല. വിത്ത് അഡ്രസ്, വെറുതെ പേര് കൊടുത്താൽ പോലെ ഇന്ന ഡിവിഷനകത്ത് ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മകൾ അല്ലെങ്കിൽ മകന് കൊടുത്തു എന്നുള്ള രേഖ വേണ്ടേ? അത് വേണ്ടേ കൊടുത്തതിൻ്റെ? അവരുടെ അവർ റിസീവ് ചെയ്യുന്നതിൻ്റെ സിഗ്നേച്ചർ വേണ്ടേ? അക്നോളജ്മെൻറ്റ് വേണ്ടേ? ഇതൊക്കെ വെക്കണ്ടേ? ഇത് സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ മൊത്തത്തിൽ നടന്നിട്ടുള്ള മറ്റൊന്ന് പാലിയേറ്റീവ് കെയർ. ഇതിനകത്തൊക്കെ പോയി തോന്നിയാസം കാണിക്കാൻ പാടുള്ളൂ. ഈ കിടപ്പ് രോഗികളും മറ്റുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡബിൾ ടെൻഡറാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോർപ്പറേഷനകത്ത് ഇത് കാണിക്കുന്ന അവസ്ഥയുള്ളത്. അങ്ങനെയുള്ളവന്മാരൊക്കെ ഇനിയിപ്പടുത്ത് നിയമസഭയിൽ നിന്ന് ഓർക്കുന്നു, അങ്ങനെയുള്ള ഇതിൻ്റെ പിന്നിൽ നിന്നവർക്കെതിരെ CPM കർശനമായ നടപടി എടുക്കുകയും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അതിനകത്ത് പലരും ഇപ്പോൾ നിയമസഭയിലോട്ട് മത്സരിക്കാൻ കുപ്പായിട്ട് നിൽക്കുക. അവനെ ഒന്ന് 7 അയലൊക്കെ തടിപ്പിക്കരുത്. അല്ലെങ്കിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പാർട്ടി അറിഞ്ഞിട്ടാണ് ഇവർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഓക്കെ, പാർട്ടി അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അതിനർത്ഥം പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്നാ. അല്ല എന്നുണ്ടെങ്കിൽ അവന്മാരൊക്കെ എടുത്ത് തൂത്ത് പുറത്തോട്ടെറിയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുനിന്ന് അങ്ങനെയുള്ള ആൾക്കാർ നിൽക്കാൻ യോഗ്യരല്ല. ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള പേര് മാറ്റിയിട്ട് മാർക്സിസവും കമ്മ്യൂണിസ്റ്റും എടുത്ത് കളഞ്ഞ് വേറെ എന്തെങ്കിലും പേരിടണം ആ പാർട്ടിക്ക്. വേറൊരു കോർപ്പറേഷനെ കുറിച്ച് ഇത്ര അലിഗേഷൻ ഇല്ലല്ലോ. മാനസിക ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിഷയത്തിനകത്ത് 30 ലക്ഷം രൂപയുടെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പേരൂർക്കടയിൽ ഇല്ലാത്ത നീന്തൽക്കുളത്തിൻ്റെ പേരിൽ 1.4 CR ചെലവ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ നവീകരണം എന്തൊക്കെയായിട്ടും ഈ ഗവൺമെൻറ് ഓഫീസുകളിലെ സൗരോർജ്ജ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് 100 CR-ൻ്റെയാണ് അതിനകത്തുള്ള ഇത് വരുന്നത്. അത് കൊടുത്തിരിക്കുന്നത് അനർട്ടിനാണ് കൊടുത്തേക്കുന്നത്. അനർട്ടിന് കൈകാര്യം ചെയ്യാനുള്ള പ്രൊജക്റ്റിൻ്റെ മാക്സിമം എന്ന് പറയുന്ന പരിധി എന്ന് പറയുന്നത് 5 കോടി ആണ്. 5 കോടി വരെ കൈകാര്യം ചെയ്യാൻ അനുവാദമുള്ള ഗവൺമെൻറ് ഏജൻസിയാണ്, ഒക്കെയാണ്. എന്നാൽ തന്നെ അനർട്ടിന് എങ്ങനെയാണ് 100 കോടിയുടെ പ്രൊജക്റ്റ് കൊടുക്കുന്നത്? ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്നു, അവർ സബ് കോൺട്രാക്ട് കൊടുക്കുന്നു. ഈ സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മീഡിയേഷന് ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് പൈസ കിട്ടുന്നു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇതേ പരിപാടി ചെയ്യാറുണ്ട് പലതും പ്രൊജക്റ്റുകൾ. കാരണം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ബിഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയിലുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ, സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ, സൊസൈറ്റി ആക്ട് പ്രകാരമുള്ളത് കൊണ്ട് തന്നെ ബിഡ് ചെയ്യുമ്പോൾ ഇവർക്ക് ടാക്സിനകത്ത് മറ്റുള്ളവരെക്കാൾ ഇളവുണ്ട്. ആ ടാക്സിൻ്റെ ഇളവ് മാത്രം മതി ഇവർക്ക് മത്സരിക്കാൻ പറ്റും. അവരിടുന്നതിനേക്കാൾ താത്തി ഇവർക്ക് ടെൻഡർ വിളിക്കാൻ പറ്റും, അവർക്ക് അങ്ങനെ ബിഡ് ചെയ്യാൻ പറ്റും. അപ്പം എന്നാലും ഇവർക്ക് ലാഭം കിട്ടും. ബാക്കിയുള്ളവർക്ക് അതിനേക്കാൾ കഴിവുള്ള നല്ല ശേഷിയുള്ള കമ്പനികൾക്ക് പോലും ഇവരോട് മത്സരിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഈ ഇളവില്ല ടാക്സേഷനകത്ത്. ഇപ്പോൾ ഈ സംഭവങ്ങൾക്കകത്തൊക്കെ കൂടെ വന്നു വരുമ്പം പിന്നീട് ഞാൻ ചോദിക്കട്ടെ CP, ഇതിനകത്ത് ഇപ്പോൾ അവർ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു? തിരുവനന്തപുരത്ത് മെട്രോയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുമായിരുന്നു. സംസ്ഥാന സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് വേണ്ടത്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഗതാഗത മേഖലയ്ക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ എറണാകുളത്ത് ഈ മെട്രോ വന്നുകൊണ്ടാണ്. മെട്രോ വന്നിട്ടില്ലെങ്കിൽ സിവിക്ക് പോകുന്നുണ്ടോ? ആലുവയെന്ന് എറണാകുളത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്യേണ്ടി വരും. മെട്രോ വന്നതിന് ശേഷം, മെട്രോ വന്നുകൊണ്ട് എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നവരെല്ലാം കാർ അവിടെ ഇട്ടിട്ട് മെട്രോയ്ക്ക് കയറിപ്പോവും. ഇതൊക്കെ വിഷയമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. 10 വർഷത്തേക്ക് മുൻകൂട്ടി 10 വർഷത്തേക്കല്ല, 50 വർഷത്തേക്ക് അപ്പുറത്തേക്കുള്ള വിഭാവന ശേഷിയോട്ട് കൂടിയിട്ട് വേണം പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ. അല്ല, നമ്മൾ പല നഗരങ്ങളിലെയും പ്രൊജക്റ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു 20 വർഷം ബാക്കാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കാരണം ഈ അവസാന നിമിഷം BJP കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ആരോപണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് CPM-ന് സാധിക്കുമോ? പ്രതിരോധിക്കാൻ സമയം കൊടുക്കാതെ കൊണ്ടുവന്നേക്കുന്നത്. ഇതിനാണ് ഇവർ ലാസ്റ്റ് ടൈമിലേക്ക് വെച്ചേക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഇപ്പം UDF-നെ അറ്റാക്ക് ചെയ്യാൻ CPM-ന് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ആ സാധനങ്ങൾ ഇലക്ഷൻ എടുക്കുമ്പോൾ പൊട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ BJP ചെയ്തേക്കുന്നു. തിരുവനന്തപുരം അവരുടെ ഒരു ഡ്രീമാണ്. അവരുടെ മിഷൻ 2025 എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കേരള നിയമസഭയിലേക്കുള്ള മത്സരത്തിന് അവരുടെ ഊർജ്ജം കൂട്ടും എന്നുള്ളത് തലസ്ഥാന നഗരിയിൽ. അപ്പോൾ അവർ തൃശ്ശൂർ ലോക്സഭ പിടിച്ചതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് ടാർഗറ്റ് ചെയ്തപ്പോൾ അവർ കറക്റ്റ് ടൈമിലാണ് ഈ വെടി പൊട്ടിച്ചേക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്കുളത്ത് ലുലു ഉള്ളതുകൊണ്ട് അത് ഇവരുടെ വികസനമാണെന്ന് പറഞ്ഞ് പറയാതിരുന്നാൽ മതി. കോർപ്പറേഷൻ്റെ വികസനമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത്. കാനകളൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം മാലിന്യങ്ങളും അടിഞ്ഞിട്ട് വെള്ളം കെട്ട് വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തുനിന്ന് ഒരു പ്ലാനിങ് ഇല്ല. പ്രത്യേകിച്ച് കന്യാകുമാരിയോട് അടുത്ത് കിടക്കുന്നതാണ്. കന്യാകുമാരി എന്ന് പറയുന്നതിൻ്റെ സാധ്യതകൾ ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. KSRTCക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഫീഡർ സർവീസ് നടത്താൻ കോർപ്പറേഷൻ വാഹനങ്ങൾ ഈ
മേടിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ആർ സി സിയിലേക്കും ബാക്കിയുള്ളടത്തോട്ടൊക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ KSRTCക്ക് പരിമിതിയുണ്ട്, നമുക്കറിയാം. ഗണേഷ് കുമാർ വന്നതിന് ശേഷം കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ അതിനെ പോലും കോർപ്പറേഷൻ ചില സ്വതന്ത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും പ്രത്യേകിച്ചും RCCയും സെക്രട്ടേറിയറ്റും നിലനിൽക്കുന്ന പ്രദേശം എന്നുള്ള രീതിയിൽ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നതിനകത്ത് പരാജയപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് അതിൻ്റെ കുറ്റം, അതിൻ്റെ പാപഭാരം ആര്യ രാജേന്ദ്രനിൽ കൊണ്ടുപോയി വെക്കുന്നതിനകത്ത് എനിക്ക് പിന്നെ ഒരർത്ഥവും ഇല്ല. കാരണം ആര്യ രാജേന്ദ്രന് അതിന് മാത്രം കേപ്പബിൾ ആയിരുന്നില്ല. അത് അവർക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവർ ആദരവോട് കൂടി കാണുന്ന നേതാക്കന്മാരാണ് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയും അവരെ പാർട്ടിക്കകത്തുനിന്ന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം CPM എന്ന് പറയുന്ന പാർട്ടിക്കുണ്ട് എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്.